സുഗമോദേവി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ സത്യങ്ങളൊക്കെ തന്നെ രജനിയോടും ഗിരീഷിനോടും ദേവികയോടും നന്ദനോടൊക്കെ ആയിട്ട് പറയുകയാണ്. അതായത് പ്രഭാവതിയെ അവസാനമായിട്ട് കണ്ട് സംസാരിച്ചതൊക്കെ തന്നെ. എന്തായാലും ഇതൊക്കെ കേട്ട് എല്ലാവരും സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും രജനി ചോദിക്കുന്നുണ്ട്, അച്ഛനപ്പം മനഃപൂർവ്വം ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതാണോ, എന്തുകൊണ്ടാണ് ഇത്രയും നേരം പറഞ്ഞില്ല എന്നൊക്കെ. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ രജനിയെ വിശ്വസിപ്പിക്കാനായിട്ട് പാടുപെടുന്നുണ്ട്. എന്താ നന്ദനും ദേവികയും സിദ്ധാർത്ഥനോടൊപ്പം തന്നെ നിൽക്കുന്നു. സിദ്ധു പറയുന്നുണ്ട്, ഞാൻ അവളെ അങ്ങനെ എവിടേക്കും മാറ്റില്ല. ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചത് അവൾ എവിടേക്കും മാറി നിൽക്കുകയാണെന്നാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു എന്റെ പ്രഭയ്ക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. അവളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ ദേവികയും നന്ദനും പറയുന്നുണ്ട്, പോലീസുകാർ എല്ലാവിടെയും അന്വേഷിക്കുന്നുണ്ടല്ലോ, നമുക്ക് കാത്തിരിക്കാമെന്നൊക്കെ. ഈ സമയം പ്രഭാവതിയാണെങ്കിൽ ഋഷിയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അരുന്ധതിയും മനസ്സിലാക്കുന്നില്ല ഋഷിയാണ് പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയതെന്ന്. തന്റെ ലീക്ക് സംഭവിച്ച ആ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഋഷി പ്രഭാവതിയെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രഭാവതി ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. എന്റെ ജീവിതം തകർത്തെറിഞ്ഞ് നിങ്ങളെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇലക്ഷന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ വലിയ ആഗ്രഹമാണല്ലോ ദേവികയെ മറികടന്ന് ജയിച്ചു വരിക എന്നത്. അതെന്തായാലും ഈ ഋഷി ജീവനോടെയുള്ളപ്പോൾ നടക്കില്ല. എന്തായാലും എല്ലാവരുടെയും ജീവിതം തകർത്തെറിയാൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ആരുടെയും ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നത് കാണാനും നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ട, ഇത് നിങ്ങളുടെ അവസാനത്തെ രാത്രിയാണെന്നൊക്കെ ഋഷിയാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്. എല്ലാവരും തനിക്ക് മക്കളെ പോലെയാണെന്നും എന്റെ സ്റ്റുഡൻസ് എല്ലാവരെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ചിരിക്കുന്നതൊക്കെ പ്രഭാവതി ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഋഷി പറയുകയാണ്, അതിലൊരു മകളെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ എന്നൊക്കെ. ഇത് കേൾക്കുന്ന പ്രഭയാണെങ്കിൽ ആകെ ഷോക്കാവും. നിങ്ങളുടെ മക്കൾ പ്രണയിച്ച് വിവാഹം കഴിക്കാം, മറ്റുള്ളവർക്ക് അതാവാൻ പാടില്ല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ അത് കേൾക്കുന്നില്ല. ഒരു കത്തിയൊക്കെ എടുത്ത് പ്രഭയ്ക്ക് നേരെ വരുന്നുണ്ട്. എന്നിട്ട് ഇന്നത്തെ അവസാനത്തെ രാത്രിയാണെന്നും നിങ്ങൾ ഇനി ജീവിക്കാൻ അർഹയല്ലെന്നും ഒത്തിരി പാവങ്ങളെ നിങ്ങൾ ഇനിയും ഒരുപാട് ദ്രോഹിക്കുമെന്നും അങ്ങനെ നിങ്ങളുടെ ഇലക്ഷനിലെ ജയം എന്നുള്ള വലിയ ആഗ്രഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഭയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയോട് പറയുക, എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് പ്രഭ ആരാണ് എന്റെ ജീവിതത്തിലെന്ന്. അവളെ പിരിഞ്ഞ് ഒരു ദിവസം, അതും ഈ ഒരു ഘട്ടത്തിൽ ഇരിക്കുമ്പോൾ എന്തോ മനസ്സ് വല്ലാതെ പിടയുന്നു. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ദേവികയോട് ചോദിക്കും. ദേവിക പറയുകയാണ്, അച്ഛൻ വിഷമിക്കാതെ ഇരിക്കുക, അമ്മയ്ക്ക് ഒരാപത്തും പറ്റില്ല, അമ്മ ഉറപ്പായിട്ടും തിരികെ വരുമെന്നൊക്കെ. തനിക്ക് ഒരുപാട് പേരെ ഡൗട്ട് ഉണ്ടെന്നൊക്കെ ദേവികയോട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. അതിൽ മുഖ്യമായിട്ട് പറയുന്നത് ബലരാമന്റെ പേര് തന്നെയാണ്, ത്യാഗരാജന്റെ പേര് തന്നെയാണ്. അങ്ങനെ ദേവികയാണെങ്കിൽ അരുന്ധതിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ത്യാഗരാജനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയെ ഒരുപക്ഷെ ട്രാപ്പിലാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ആയിരിക്കുമോ എന്ന് പേടിയുണ്ടെന്നൊക്കെ പറയും. ഇത് കേട്ട് അരുന്ധതി പറയുകയാണ്, പേടിക്കാതെ നമ്മൾ എന്തായാലും തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല, ഇത് പ്രഭാവതി തന്നെ ഒരുക്കുന്ന ഒരു ചതിയാണെന്നൊക്കെ. അതായത് സ്വയം മാറി നിൽക്കുകയാണെന്നൊക്കെ. അതങ്ങനെയല്ല. അങ്ങനെ സിദ്ധാർത്ഥനും പ്രഭാവതിയും അവസാനമായി കണ്ട നിമിഷങ്ങളെ കുറിച്ചൊക്കെ തന്നെ അരുന്ധതിയോട് ദേവിക പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അരുന്ധതിക്ക് നേരിയ ഡൗട്ടൊക്കെ തോന്നുകയാണ്. കാരണം പ്രഭ മാറി നിൽക്കുന്നതല്ല, അവളെ ഭയപ്പെടുത്തിയിരിക്കുകയാണെന്ന്. ത്യാഗരാജനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ത്യാഗരാജൻ പറയുന്നുണ്ട്, മാഡം എന്നെ വിശ്വസിക്കണം, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അന്ന് മാഡം പറഞ്ഞതനുസരിച്ച് ഞാൻ പിന്നീട് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ മുതിർന്നിട്ടില്ല. കാരണം ഈ പറഞ്ഞതുപോലെ സഹതാപ വോട്ടുകൾ പ്രഭാവതിക്ക് നേരെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാനും അടങ്ങിയിരിക്കുന്നത്. പ്രഭാവതിക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്, അത് എനിക്കും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം അവരും സിദ്ധാർത്ഥൻ സാറും അവസാനമായിട്ട് സംസാരിച്ച സ്ഥലത്ത് നിന്നാണല്ലോ ആ ഫോൺ കിട്ടിയിരിക്കുന്നത്. എന്തോ ഒരു അപകട സൂചന തന്നെയാണ് അതെന്നൊക്കെ ത്യാഗരാജൻ അരുന്ധതിയെ അറിയിക്കുകയാണ്. അരുന്ധതിക്കാണെങ്കിൽ ഋഷിയോട് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. കാരണം അവൻ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുകയാണ്, അതുപോലെ ഇന്നത്തെ ആഘോഷ രാവൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ ഋഷിയെ വാച്ച് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ സമയം ഋഷി പ്രഭാവതിയോട് പറയുന്നു, നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ തകർച്ചകൾ കാണാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മരുമകളായിട്ടുള്ള ദേവിക വിജയിക്കരുത് എന്നല്ല. പക്ഷെ നിങ്ങൾ ആ വിജയം കാണണം. അതുവരെ നിങ്ങളെ ഞാൻ വെറുതെ കൊല്ലില്ല. ദേവിക വിജയിക്കണം. അതാണ് ഇപ്പൊ എന്റെയും ആവശ്യം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വാശിയെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ദേവി തോൽക്കണമെന്ന നിങ്ങളുടെ ആ ആഗ്രഹമുണ്ടല്ലോ, അതൊരിക്കലും നടക്കരുത്. അതുകൊണ്ട് ആ കാഴ്ച കണ്ടിട്ടേ നിങ്ങളെ ഞാൻ മരണത്തിലേക്ക് വിട്ടയക്കുള്ളൂ എന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. എന്തായാലും അതിനുള്ളിൽ തന്നെ അരുന്ധതിയാണെങ്കിൽ ഋഷിയുടെ ആ കളത്തരങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.